നമസ്കാരം. തൈക്കോണ്ടോ അസോസിയേഷൻ ഓഫ് കേരള 2025-26 വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രക്ടർമാരെ തിരഞ്ഞെടുക്കുന്ന അതിൻ്റെ ഭാഗമായി ഇത് 4ാമത് ക്യാമ്പാണ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. കേരളത്തിൽ 4 ഘട്ടങ്ങളിലായിട്ടാണ് നമ്മൾ ഇൻസ്ട്രക്ടർ ക്യാമ്പ് സംഘടിപ്പിച്ചത്. അത് ആദ്യത്തെ സമയം തൃശ്ശൂർ വെച്ച് നടന്നു. അതിൽ 150 ഇൻസ്ട്രക്ടർമാരുണ്ടായിരുന്നു. അതേപോലെ തന്നെ അത് കഴിഞ്ഞ് കോഴിക്കോട്ട് വെച്ച് നടന്നു. അത് കഴിഞ്ഞ് നമ്മൾ ഇടുക്കിയിൽ വെച്ചു. ഇപ്പോൾ മലയാറ്റൂർ വെച്ചിട്ടാണ് ഈ ഇൻസ്ട്രക്ടർ കോഴ്സ് സംഘടിപ്പിക്കുന്നത്. കേരളത്തിൽ 4 സ്ഥലങ്ങളിലായി 500-ൽ പരം ഇൻസ്ട്രക്ടർമാരെ തൈക്കോണ്ടോ അസോസിയേഷൻ ഓഫ് കേരളയ്ക്ക് വാർത്തെടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അതേപോലെ തന്നെ എല്ലാ വർഷവും ഇത് വളരെ കൃത്യമായിട്ട് നടക്കുകയും ഒരു ഏകീകരണത്തിന്റെ ഭാഗമായിട്ട് തന്നെ നമ്മുടെ കേരളത്തിലുള്ള 350-ൽ പരം ക്ലബ്ബുകളിൽ ഒരേ രീതിയിൽ തന്നെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഇപ്പം പഠിച്ചു ഇറങ്ങിയിട്ടുള്ള 500-ൽ പരം ഇൻസ്ട്രക്ടർമാർ പുതിയ ക്ലബ്ബുകൾ സ്റ്റാർട്ട് ചെയ്യുകയും അതോടൊപ്പം ആ തൈക്കോണ്ടോ കേരളത്തിൽ കൂടുതൽ പ്രചാരം നേടുന്നതിന് വേണ്ടിയിട്ടും അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ട് ഇത്രയും ഇൻസ്ട്രക്ടർമാരെ നമുക്ക് തൈക്കോണ്ടോ അസോസിയേഷൻ ഓഫ് കേരളയ്ക്ക് വാർത്തെടുക്കാൻ സാധിച്ചിട്ടുണ്ടെന്നുള്ളത് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. അതിന്റെ ഭാഗമായിട്ട് ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ ഇൻസ്ട്രക്ടർമാർ എല്ലാവർക്കും ഞാൻ ആശംസകൾ നേരുന്നു. അവർ എല്ലാവരും നല്ല ഇൻസ്ട്രക്ടർമാരായി മാറട്ടെ. തൈക്കോണ്ടോ അസോസിയേഷൻ ഓഫ് കേരളയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഇൻസ്ട്രക്ടർമാർ ഇനിയും കൂടുതൽ വരട്ടെ. കൂടുതൽ കുട്ടികൾക്ക് തൈക്കോണ്ടോ പഠിക്കാനുള്ള അവസരം കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. സംസ്ഥാന തൈക്കോണ്ടോ അസോസിയേഷൻ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നമ്മളുടെ ഇൻസ്ട്രക്ടർ കോഴ്സുകൾ, റഫറി കോഴ്സുകൾ, ചാമ്പ്യൻഷിപ്പുകളൊക്കെ നടത്തുന്നുണ്ട്. നമ്മൾ തൈക്കോണ്ടോ ഇൻസ്ട്രക്ടേഴ്സ് കോഴ്സ് നടത്തുന്നതിൻ്റെ ഉദ്ദേശം കേരളത്തിലെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലെ തൈക്കോണ്ടോ പഠിക്കുന്ന കുട്ടികളുടെ ഒരു യൂണിറ്റി, അതോടൊപ്പം തന്നെ സിലബസ് ഏകീകരണം, അതേപോലെ സിലബസിൻ്റെ അപ്ഡേഷൻ, ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരം കോഴ്സുകൾ നടക്കുന്നത്. കേരളത്തിലെ 4ാമത്തെ കോഴ്സാണിത്. ഇവിടെ വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കൽ സെഷൻ മാത്രമല്ല, അതോടൊപ്പം തിയറി സെഷനും കൂടെ വളരെ കൃത്യമായിട്ട് കുട്ടികൾക്ക് പാസ് ചെയ്യുന്നു. കുട്ടികൾക്ക് പ്രത്യേകിച്ചും ഇതൊരു ഇൻ്റർനാഷണൽ മാർഷൽ ആർട്ട് ആയതുകൊണ്ട്, കൊറിയൻ മാർഷൽ ആർട്ട് ആയതുകൊണ്ട് കൊറിയൻ ലാംഗ്വേജസ്, കൊറിയൻ പ്രാക്ടിക്കൽസ് എല്ലാം അതേപോലെ ഏറ്റവും അഡ്വാൻസ് ഇപ്പം നിലവിലുള്ള സ്പോർട്സിലെ ഏറ്റവും നല്ലതായിട്ടുള്ള ഫിറ്റ്നസ് പ്രാക്ടിക്കലുകളാണ് ഇവിടെ നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് 4ാമത്തെ കോഴ്സാണ്. ഇതോടൊപ്പം തന്നെ ഏകദേശം 500ഓളം ആളുകൾ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് അടുത്ത വർഷങ്ങളിൽ നമ്മൾ പഠിപ്പിക്കുന്ന കേരളത്തിലെ മുഴുവൻ സ്കൂളുകളിൽ, അതുപോലെ പ്രൈവറ്റ് ക്ലബ്ബുകളിലൊക്കെ തന്നെ പ്രാക്ടീസ് ചെയ്യുന്ന കുട്ടികളുടെ വർക്കിൽ നിന്നും അതേപോലെ നമുക്ക് നാഷണൽ ലെവൽ, സ്റ്റേറ്റ് ലെവൽ, അതോടൊപ്പം തന്നെ ഇൻ്റർനാഷണൽ ലെവലിൽ കൂടെ നമ്മളുടെ കുട്ടികൾ എത്തുന്ന തരത്തിലുള്ളൊരു ഐഡിയ ആണ് ഇതിനകത്ത് പ്രിപ്പയർ ചെയ്തിട്ട് നമുക്ക് പ്രാക്ടിക്കലായിട്ട് കുട്ടികൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഗുഡ് മോർണിംഗ് ആൾ. നമ്മുടെ ഈ സെക്ഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഗോപി സാർ സൂചിപ്പിക്കുകയുണ്ടായി. നിങ്ങൾ പ്രധാനമായിട്ടും കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഒരു ഇൻസ്ട്രക്ടർ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് നമ്മുടെ ഓരോ ജില്ലയിലെയും സെക്രട്ടറി, പ്രസിഡന്റ്, അതേപോലെ ആൾക്കാരെയൊക്കെ അറിയപ്പെടേണ്ടതാണ്. അതേപോലെ തന്നെ സംസ്ഥാന ഭാരവാഹികളെ അറിയപ്പെടേണ്ടതാണ്. ഇപ്പൊ നമ്മൾ പല സ്ഥലങ്ങളിലും നമ്മുടെ ഈ ഗ്രേഡിംഗ് പാനലിലുള്ളവർ ഗ്രേഡിംഗ് എടുക്കാൻ പോകുന്ന സ്ഥലത്ത് അറിയുന്നില്ല. അതേപോലെ തന്നെ നിങ്ങളുടെ കുട്ടികൾ, ഈ ഇൻസ്ട്രക്ടർമാരെ സംബന്ധിച്ചിടത്തോളം ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു മാനദണ്ഡം നിങ്ങൾക്ക് അറിയാത്ത ഒരു സാഹചര്യമുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ക്ലാസ് തുടങ്ങണമെങ്കിൽ എന്ത് ചെയ്യണം എന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള സംശയങ്ങളുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾ ഇത് പഠിച്ചത് കൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റുകളെ കുറിച്ചുള്ള കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. അതേപോലെ സംസ്ഥാന അസോസിയേഷൻ ചെയ്തു തരേണ്ട കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് സംശയങ്ങൾ കാണും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് എന്തൊക്കെ സംശയങ്ങളുണ്ടോ അത് ഒരു ഇൻസ്ട്രക്ടർ എന്നുള്ള രീതിയിൽ ഞാൻ കഴിഞ്ഞ ദിവസവും സൂചിപ്പിച്ചു. കാര്യം നിങ്ങൾ ഇന്നത്തെ എക്സാം കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും പാസ്സാവും എന്നുള്ള വിശ്വാസം നിങ്ങൾക്കുണ്ടെന്നാണ് പറഞ്ഞത് 100%. അപ്പോൾ ആ പാസ്സാവും എന്നുള്ള വിശ്വാസം ഉണ്ടാവുമ്പോൾ നിങ്ങൾ ഇൻസ്ട്രക്ടറായിട്ട് മാറുകയാണ്. ആ ഇൻസ്ട്രക്ടറായിട്ട് മാറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളിലും ഒരു ഇൻസ്ട്രക്ടർ ആയി കഴിഞ്ഞാൽ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണമെന്നാണ്. അതാണ് ഇൻസ്ട്രക്ടർ, അല്ലേ? അപ്പോൾ നമ്മൾ ഏതൊരു മേഖലയിലും ഇപ്പൊ തൈക്കോണ്ടോയെ കുറിച്ച് ചോദിച്ചാലും, അതേപോലെ തൈക്കോണ്ടോയുടെ ഭാരവാഹികളെ കുറിച്ച് ചോദിച്ചാലും, അല്ലെങ്കിൽ അസോസിയേഷനെ കുറിച്ച് ചോദിച്ചാലും, അല്ലെങ്കിൽ നിങ്ങളുടെ ജില്ലാ അസോസിയേഷനെ കുറിച്ച് ചോദിച്ചാലും ഒക്കെ നിങ്ങൾ കൃത്യമായിട്ട് അതിന് മറുപടി പറയാൻ വേണ്ടിയിട്ടുള്ള പ്രാപ്തരായിരിക്കണം.
അതുകൂടാതെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളൊരു ഇൻസ്ട്രക്ടറായിട്ട് മാറുകയാണ്. ആ ഇൻസ്ട്രക്ടറെ സംബന്ധിച്ചിടത്തോളം ആ ഇൻസ്ട്രക്ടർ ഒരു നമ്മുടെ സമൂഹത്തിൽ അല്ലെങ്കിൽ ഒരാൾ ഒരു വന്ന് നിങ്ങളുടെ അടുത്തൊരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ അതും കൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്കത് പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം. കാര്യം സാറേ, അല്ലെങ്കിൽ ചിലർ ചോദിക്കും, സാറേ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനൊരു ആവശ്യമുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഇത്ര ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട്. നമ്മളിവിടെ തന്നെ ബ്രീത്തിങ് പ്രോബ്ലമായിട്ട് വരുന്നൊരു കുട്ടികളുണ്ട്, നീ പ്രോബ്ലമായിട്ട് വരുന്ന ഒത്തിരി പേരുണ്ട്, ഡിസ്ക് പ്രോബ്ലമായിട്ട് വരുന്നവരുണ്ട്. അപ്പൊ ഇതൊക്കെ എനിക്ക് ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട്, ഇതിലൊക്കെ എന്തൊക്കെ ചെയ്യാൻ പറ്റും, എക്സസൈസ് ചെയ്താൽ മാറുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ കാണുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഇൻസ്ട്രക്ടർ കോഴ്സ് പാസ്സായ ഒരു വ്യക്തിയെ സംബന്ധിച്ചതൊക്കെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു വിശ്വാസം തോന്നുന്നു. അവർ ഇതെല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കണമെന്നുള്ളതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞത്. അത് കൂടാതെ ഞാൻ ഇന്നലെ സൂചിപ്പിച്ചതുപോലെ കാര്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം ടൈക്കോണ്ടോ അസോസിയേഷൻ ഓഫ് കേരളയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏറ്റവും മികച്ച രീതിയിലുള്ള ഇൻസ്ട്രക്ടർമാരെ വാർത്തെടുക്കുകയും അതോടൊപ്പം തന്നെ നിങ്ങൾക്കറിയാം നമുക്കിപ്പോൾ 27 വർഷങ്ങൾ കഴിയുകയാണ് നമ്മുടെ അസോസിയേഷൻ രൂപം കൊണ്ടതിന് ശേഷം. ആ 27 വർഷങ്ങൾക്ക് മുമ്പ് 27 വർഷങ്ങൾ കഴിയുമ്പോൾ നമ്മൾ മുൻകാലങ്ങളിൽ ഒരു 5 വർഷം ഇല്ലെങ്കിൽ ഒരു 10-20 വർഷങ്ങൾക്ക് മുമ്പേ നോക്കിക്കഴിഞ്ഞാൽ തൈക്കോണ്ടോ എന്താണെന്ന് പറഞ്ഞാൽ അറിയില്ലായിരുന്നു. ഇന്നിപ്പോ തൈക്കോണ്ടോ എന്താണെന്ന് അറിയാം. ഇന്നിപ്പോ ആൾക്കാർ അതിനെ തെരഞ്ഞു പിടിച്ച് തൈക്കോണ്ടോ സെലക്ട് ചെയ്യുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഇന്നലെ തന്നെ ഇവിടെ ഇരിക്കുമ്പോൾ എനിക്ക് ജർമ്മനിയിൽ നിന്നൊരു കോൾ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അത്രയും അഡ്വാൻസ് ആയിട്ടുണ്ട് എന്നുള്ളതാണ്. അതിന്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിന്റെ മുന്നോട്ടുള്ള പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോകുന്നതുകൊണ്ടാണ്. അതിന്റെ ഭാഗമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ നയിക്കാൻ വേണ്ടിയിട്ടൊരു നല്ലൊരു ടീം നമ്മുടെ മുന്നിൽ ഉണ്ട് എന്നുള്ളതാണ്. നമുക്കറിയാം, നമ്മുടെ ഈ തൈക്കോണ്ടോ അസോസിയേഷൻ ഓഫ് കേരള രൂപം കൊള്ളുന്നത് 27 വർഷങ്ങൾക്ക് മുമ്പാണ്. ആ 27 വർഷങ്ങൾക്ക് മുമ്പേ രൂപം കൊള്ളുമ്പോൾ നമ്മുടെ KM എബ്രഹാം സാറിന്റെ മേൽനോട്ടത്തിൽ, അല്ലെങ്കിൽ സാറ് അമേരിക്കയിൽ ദന്തത്വശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് എടുക്കുന്ന സമയത്ത് അവിടെ അമേരിക്കയിൽ പഠിക്കാൻ പോകുന്ന അല്ലെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ നിന്നാണ് തൈക്കോണ്ടോ പഠിക്കുന്നത്. അതിനു മുമ്പ് ഞങ്ങളൊക്കെ തൈക്കോണ്ടോ പഠിച്ചിട്ടുണ്ടെങ്കിലും നമുക്കൊരു അംഗീകാരം കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൈക്കോണ്ടോ എബ്രഹാം സാർ അവിടെ അമേരിക്കയിൽ നിന്ന് പഠിച്ചതിന് ശേഷം വന്നിട്ട് തിരുവനന്തപുരത്ത് സെൻട്രൽ സ്റ്റേഡിയത്തിലല്ല, നാഷണൽ ക്ലബിലാണ് സാർ ആദ്യമായി പ്രാക്ടീസ് ചെയ്യാൻ വരുന്നത്. ആ നാഷണൽ ക്ലബിൽ പ്രാക്ടീസ് ചെയ്യാൻ വരുന്ന സമയത്ത് സാറ് ഗ്രീൻ ബെൽറ്റ് ആയിരുന്നു. അത് കഴിഞ്ഞ് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം അമേരിക്കയിൽ നിന്ന് പഠിച്ചിട്ടാണ് വന്നതെന്നുള്ളത് ഞാൻ ഒന്നുകൂടി ഓർപ്പിക്കുകയാണ്. അതിനുശേഷം സാറ് അന്ന് അത് കഴിഞ്ഞ് അവിടെ തന്നെ പ്രാക്ടീസ് ചെയ്യുകയും ബ്ലാക്ക് ബെൽറ്റ് കരസ്ഥമാക്കുകയും അത് കഴിഞ്ഞാൽ ഇപ്പോൾ സാറ് സെക്കൻഡ് ഹാൻഡ് ബ്ലാക്ക് ബെൽറ്റും നാഷണൽ റഫറിയും കൂടിയാണ്. അപ്പോൾ നമ്മള് അതിനുശേഷം അദ്ദേഹത്തിന്റെ പരിശ്രമ ഫലമായി അന്ന് നമ്മുടെ ഡെസ്മൻ നെറ്റോ DGP ആയിട്ട് റിട്ടയർഡ് ആയിട്ടുള്ള ഡെസ്മൻ നെറ്റോ IPS അദ്ദേഹവും കൂടി ചേർന്നുകൊണ്ടാണ് നമുക്ക് ആദ്യമായി ഈ അസോസിയേഷൻ രൂപീകരിക്കുന്നതും ഇതിന്റെ തലപ്പത്ത് നിന്നുകൊണ്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്തു തരികയൊക്കെ ഉണ്ടായി. അതേപോലെ തന്നെ അന്ന് ആദ്യമായി ജനറൽ സെക്രട്ടറി നമ്മുടെ പ്രസിഡന്റായിട്ട് വന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ സീനിയർ മാസ്റ്ററായ രാമചന്ദ്രൻ സാറായിരുന്നു അന്നത്തെ നമ്മുടെ പ്രസിഡന്റ്. അത് നോക്കുക, നമ്മൾ അതിന് നമ്മുടെ രാമചന്ദ്രൻ സാർ പ്രസിഡന്റായി വരികയും അതിനുശേഷം അന്ന് ആ സാറിന്റെ മേൽനോട്ടത്തിൽ അന്ന് ജനറൽ സെക്രട്ടറി ആയിട്ട് മധുസൂദനൻ സാറാണ് വന്നത്. അതിനുശേഷമാണ് അജി സാർ വരുന്നത്. അതിനുശേഷം ഇപ്പോൾ ജനറൽ സെക്രട്ടറി ആയിട്ട് ഞാനാണ് ഏൽപ്പിക്കാറുള്ളത്. അപ്പോൾ ഇതിന്റെ മുന്നോടിയായി എബ്രഹാം സാറ് നമുക്ക് പ്രസിഡന്റായിട്ട് ഉണ്ടായിരുന്നു. 3 ടേം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്രസിഡന്റിന് ഇരിക്കാൻ സാധിക്കില്ല. അതേപോലെ തന്നെ 3 ടേം കഴിഞ്ഞതുകൊണ്ടാണ് അജിത് സാറിന് ജനറൽ സെക്രട്ടറി സ്ഥാനത്തൊന്ന് മാറേണ്ടി വന്നത്. അപ്പൊ അതിനുശേഷമാണ് ഇങ്ങനെ ഞാനിപ്പോൾ 2ാമത്തെ ടേമാണ്. സ്പർജൻ കുമാർ സാർ, അദ്ദേഹം രക്ഷാധികാരിയാണ്. ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മുടെ അസോസിയേഷന് എതിരെ വരുന്ന എന്തെങ്കിലുമൊക്കെ പോരായ്മകൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ പോരായ്മയല്ല, എന്തെങ്കിലും പോലീസ് കേസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിനെ നിയന്ത്രിക്കാനും ഒക്കെ നമ്മുടെ മുന്നിൽ നിന്ന്, അല്ലെങ്കിൽ തൈക്കോണ്ടോ സ്നേഹിക്കുന്നുണ്ട്, തൈക്കോണ്ടോ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, ബെൽറ്റ് ഒന്നും എടുത്തിട്ടില്ലെങ്കിലും തൈക്കോണ്ടോ ഒക്കെ പ്രാക്ടീസ് ചെയ്തിരുന്നു. സമയക്കുറവ് കാരണം ഇന്നും എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ വിളിച്ച് നമ്മളടുത്ത് ആ പ്രാക്ടീസിനൊക്കെ ഇറങ്ങാൻ വേണ്ടിയിട്ട് അദ്ദേഹം തയ്യാറാവുന്നു എന്നുള്ളതാണ്. അപ്പൊ അദ്ദേഹവും നമ്മുടെ മുന്നിൽ നിന്ന് നയിക്കുന്നു. പിന്നെ നമ്മുടെ പ്രസിഡന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർ K വാസുകി IAS, നിങ്ങൾക്കറിയാം, ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന, കളക്ടറേറ്റൊക്കെ ഇരിക്കുന്ന സമയത്ത് തന്നെ ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഗ്രീൻ ലേഡി എന്നറിയപ്പെടുന്ന മേഡം ആണ് നമ്മുടെ
ഒരു ചുറുചുറുക്കും ഒക്കെ ആയിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ആളാണ്, IAS ഓഫീസറാണ് ഇന്ന് നമ്മളെ അമരത്ത് ഇരിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിന്റെ ഭാഗമായിട്ട് നമ്മളുടെ ഒരു ശക്തമായ നേതൃനിര നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് നമുക്ക് ധൈര്യമായി മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ഇന്ന് സാധിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നുള്ളതാണ്. അതേപോലെ തന്നെ അന്ന് മുതൽ ഇന്ന് വരെ ഇന്നിപ്പോൾ കേരളത്തിൽ നമുക്ക് 5ഓളം 7th Dan ബ്ലാക്ക് ബെൽറ്റുകളും അതേപോലെ 6th Dan ബ്ലാക്ക് ബെൽറ്റും 5th Dan ബ്ലാക്ക് ബെൽറ്റുകളും മാസ്റ്റർമാരായിട്ടുള്ള, അതായത് 5th Dan ആയി കഴിഞ്ഞാലാണ് മാസ്റ്റർമാരാവുന്നത്. അപ്പൊ അതിന്റെ മുകളിലോട്ടുള്ള മാസ്റ്റർമാരായിട്ടുള്ള ഇന്ത്യയിൽ തന്നെ 8th Dan ആണ് ഹയസ്റ്റ് ഡിഗ്രി. ഇപ്പൊ നമുക്ക് ഒരു 7th Dan എടുത്ത എത്ര പേരുണ്ടെന്ന് പറഞ്ഞാൽ 50-ൽ താഴെ പേരായിരിക്കും 7th Dan ഇന്ത്യയിൽ ഓൾ ഇന്ത്യ എടുത്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്രത്തോളം ഇല്ല, 25ഓളം പേരെ ഉള്ളൂ എന്നാണ്, അതിന്റെ താഴെ ഉള്ളൂ എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്നിരുന്നാലും നമുക്ക് ആ കൂട്ടത്തിൽ തന്നെ കേരളത്തിൽ നിന്ന് 5ഓളം പേർക്ക് 25ഓളം പേരിൽ ഇന്ത്യയിൽ ഉണ്ടാവുമ്പോൾ 5ഓളം പേര് കേരളത്തിൽ നിന്നുള്ളവരാണെന്നുള്ള കാര്യവും കൂടി നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. അതേപോലെ തന്നെ നമ്മൾ ഈ ഇന്റർനാഷണൽ റഫറി എടുത്തു കഴിഞ്ഞാൽ 10ഓളം ഇന്റർനാഷണൽ റഫറിമാർ കേരളത്തിൽ നിന്നുള്ളതാണ്. അപ്പൊ അത്രത്തോളം നമുക്ക് ഈ ചെറിയ ഒരു സംസ്ഥാനമായിരുന്നിട്ട് പോലും നമുക്ക് അത്രത്തോളം വളരാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ പിന്നിൽ പ്രവർത്തിച്ച ആൾക്കാരുടെ ഒക്കെ ഒരു കഴിവിന്റെ അല്ലെങ്കിൽ അവരുടെ മികവിന്റെ ഒക്കെ ഭാഗമായിട്ടാണെന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിനു വേണ്ടിയിട്ട് നമ്മളുടെ ഇൻസ്ട്രക്ടർമാർ അഹോരാത്രം പണിയെടുത്തു എന്നുള്ളത് നമുക്ക് ഒരിക്കലും അത് മറക്കാൻ പാടില്ലാത്ത കാര്യമാണ്. കാരണം ഇതിന്റെ അഡ്മിനിസ്ട്രേഷൻ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോഴും ഇതിനെ ഈ ലെവലിലേക്ക് നിങ്ങളെ പഠിപ്പിച്ച് കുട്ടികൾ ഒരു ഇൻസ്ട്രക്ടർമാരാക്കി മാറ്റുകയും ഇന്ത്യയിൽ തന്നെ മികച്ച രീതിയിലേക്കൊരു ഇൻസ്ട്രക്ടർമാരെ കൊണ്ടുവരാനും ഒക്കെ സാധിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ സീനിയർ മാസ്റ്റർമാരാണ്. അതിൽ പ്രധാനമായിട്ടും ടെക്നിക്കൽ കമ്മിറ്റിയുടെ പങ്കെന്ന് പറയുന്നത് ഏറ്റവും വിലപ്പെട്ട കാര്യമാണ്. ടെക്നിക്കൽ കമ്മിറ്റി അവരുടെ സമയം കണ്ടെത്തി അതിനു വേണ്ടിയിട്ട് അത് ഉപയോഗിക്കുന്നു എന്നുള്ള കാര്യത്തിലും യാതൊരു സംശയവുമില്ല. അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അവരെ വളരെ വ്യക്തമായി ചെയ്യുന്നു എന്നുള്ളതാണ്. ഞാൻ ആദ്യം പറഞ്ഞു കഴിഞ്ഞു, നമ്മുടെ രക്ഷാധികാരി ആരാണ്? ഉറക്കെ പറയൂ. ഡോക്ടർ KM എബ്രഹാം. ഓക്കെ. നമ്മുടെ പ്രസിഡന്റിന്റെ പേര് ഡോക്ടർ K വാസുകി IAS. നമ്മുടെ ഒരു പേറ്റന്റെ രക്ഷാധികാരി, മുഖ്യ രക്ഷാധികാരിയാണ് ഡോക്ടർ KM എബ്രഹാം സാറ്. രക്ഷാധികാരി ആരാണ്? G സ്പർശൻ കുമാർ IPS കേട്ടോ, IG പോലീസാണ്. അപ്പോൾ അദ്ദേഹമാണ് നമ്മുടെ ഒരു അത് പൊതുവെ പലർക്കും അറിഞ്ഞുകൂടാത്തൊരു ഇതുണ്ട്. ഓക്കെ. അത് കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ പ്രസിഡന്റിനെ അറിയാം, ജനറൽ സെക്രട്ടറി അറിയാലോ, മാസ്റ്റർ ജഗദീഷ്. അതുപോലെ നമ്മുടെ പിന്നെ ജനറൽ സെക്രട്ടറിന്റെ ക്വാളിഫിക്കേഷൻ അറിയാവോ? ഓക്കെ. 7th Dan ആണ്, ഇന്റർനാഷണൽ റഫറി ആണ്. ഓക്കെ, അതും കൂടെ അറിഞ്ഞിരിക്കും കേട്ടോ. പിന്നെ മോർ ഓവർ ദാറ്റ് നാഷണൽ പുംസെ മെഡലിസ്റ്റ് കൂടെയാണ് കേട്ടോ. ഓക്കെ, ഹാവ് എ ബിഗ് ക്ലാസ്. ഓക്കെ. നമ്മളെ തൈക്കോണ്ടോ അസോസിയേഷൻ ഓഫ് കേരളയുടെ ട്രഷറർ ആരാണെന്ന് അറിയാമല്ലോ, ഉറക്കെ പറയൂ. ആരാ? എനിക്കൊന്നും വ്യക്തമാവില്ല, ഉറക്കെ പറയൂ. മുഹമ്മദ് നാസറാ? മുഹമ്മദ് അബ്ദുൽ നാസർ അല്ല, MMA നാസർ എന്നാണ് പലരും പറയുന്നത്. അപ്പോൾ മാസ്റ്റർ മുഹമ്മദ് അബ്ദുൽ നാസർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. മലപ്പുറം ജില്ലക്കാരനാണ്. മലപ്പുറം ജില്ലയെ നയിക്കുകയും അവിടെ 3 ടേണുകൾ സെക്രട്ടറി ആയിട്ടിരിക്കുകയും ആ സെക്രട്ടറി ആയിട്ടിരുന്നതിന് ശേഷം അദ്ദേഹം ഇപ്പോൾ CEയും അവിടുത്തെ എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റുമായിട്ട് മലപ്പുറം ജില്ലയെ നയിച്ചുകൊണ്ടിരിക്കുകയും നമ്മളെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ കുട്ടികളെ ഗ്രേഡിങ്ങിൽ പങ്കെടുപ്പിക്കുകയും അങ്ങനെ ഏറ്റവും കൂടുതൽ കുട്ടികളെ തെക്കോണ്ടോ പഠിപ്പിക്കുന്ന ഒരു ജില്ല കൂടിയായിട്ടുള്ള മാസ്റ്ററാണ് മുഹമ്മദ് അബ്ദുൽ നാസിർ സാർ. അതേപോലെ തന്നെ നമ്മുടെ വൈസ് പ്രസിഡന്റുമാരാണെന്നൊക്കെ നിങ്ങൾക്കറിയാം. അറിയാമോ? അറിഞ്ഞുകൂടാത്തവരുണ്ടെങ്കിൽ പറയൂ, കൈ ഉയർത്തൂ, ഞാൻ പറഞ്ഞു. ഒരു വൈസ് പ്രസിഡന്റിന്റെ പേര് പറയാൻ പറഞ്ഞു. ഒരു വൈസ് പ്രസിഡന്റിന്റെ പേര് പറയൂ. സീനിയർ വൈസ് പ്രസിഡന്റ് ആരാണ്? ഓക്കെ, മാസ്റ്റർ അജീബി. അദ്ദേഹം 6th Dan ബ്ലാക്ക് ബെൽറ്റും ഇന്റർനാഷണൽ റഫറിയുമാണ്. നമ്മുടെ വേറൊരു
വൈസ് പ്രസിഡന്റിനെ പറയാമോ? നമ്മളെ വേദിയിലുണ്ട്. അത് ഗോപിനാഥോ? മാസ്റ്റർ ആൻഡോ തോമസ് സാറാണ്. ആൻഡോ തോമസ് സാറ് 6 ഡാൻ ബ്ലാക്ക് ബെൽറ്റും ഇന്റർനാഷണൽ റഫറിയൊക്കെ ചെയ്തിട്ടുള്ള ആളാണ്. നമ്മുടെ അതേപോലെ തന്നെ തൃശ്ശൂർ ജില്ലയുടെ അമരക്കാരനായിരുന്നു. തൃശ്ശൂർ ജില്ലയെ നയിക്കുകയും ഒരു കാലഘട്ടത്തിൽ അത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുകയും ഗുരുവായൂർ കൗൺസിലറും കൂടി ആയിട്ടുള്ള കോർപ്പറേഷൻ ഗുരുവായൂർ മുനിസിപ്പാലിറ്റി അല്ലെ, നഗരസഭ കൗൺസിലറും കൂടിയാണ് അദ്ദേഹം. അദ്ദേഹം ഒരു ജനപ്രതിനിധിയും കൂടി ആണ്. അദ്ദേഹമാണ് നമ്മുടെ ഒരു വൈസ് പ്രസിഡന്റ് എന്ന് കൂടി അറിയിക്കും. അതേപോലെ എന്ന് പറയുന്ന ഒരു ബിസിനസ്സുമായി ബന്ധപ്പെട്ട് മോഹൻദാസ് ഓട്ടോമൊബൈൽസിന്റെയും അതേപോലെ തന്നെ മോഹൻദാസ് എഞ്ചിനീയറിംഗ് കോളേജിന്റെ ഡയറക്ടറും കൂടിയാണ് ഈ റാണി മോഹൻദാസ് എന്ന് പറഞ്ഞത്. മോഹൻദാസ് എഞ്ചിനീയറിംഗ് കോളേജൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും, എഞ്ചിനീയറിംഗുമായിട്ട് ബന്ധപ്പെട്ടുള്ളവർക്കൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും. അതിന്റെ ഡയറക്ടർ ആണ് റാണി മോഹൻദാസ്, ആണ് നമ്മുടെ ഒരു പ്രസിഡന്റ്. പിന്നെ ഉള്ളത് അടുത്ത നമ്മുടെ തിരുവനന്തപുരം ജില്ലയുടെ മുൻ പ്രസിഡന്റും ആയിട്ടുള്ള ടി അനന്തകുമാർ സാറാണ് ഒരു വൈസ് പ്രസിഡന്റ്. അങ്ങനെ നമുക്ക് 4 വൈസ് പ്രസിഡന്റുമാരാണുള്ളത്. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ ജോയിന്റ് സെക്രട്ടറി ആയിട്ടുള്ളത് നമ്മുടെ സീനിയർ ആയിട്ടുള്ള തന്നെ സുനിൽ രാധാകൃഷ്ണൻ, മാസ്റ്റർ സുനിൽ രാധാകൃഷ്ണൻ സാറാണ്. സാറിന് എല്ലാവർക്കും അറിയാം, നമ്മുടെ കൂട്ടത്തിൽ ക്ലാസ് എടുക്കാൻ ഉണ്ട്. നമ്മുടെ 7th ഡാൻ ബ്ലാക്ക് ബെൽറ്റും ഇന്റർനാഷണൽ ട്രോഫിയും കൂടിയാണ് അദ്ദേഹം. ഇപ്പോൾ നിലവിൽ തിരുവനന്തപുരം ജില്ലയെ നയിച്ചു കൊണ്ടിരിക്കുന്ന തിരുവനന്തപുരം ജില്ലയുടെ ജില്ലാ സെക്രട്ടറി കൂടിയാണ് അദ്ദേഹം. അടുത്ത അത് നമ്മുടെ ജോയിന്റ് സെക്രട്ടറി എന്ന് പറയുന്നത് കുഞ്ഞബ്ദുള്ളയാണ്. കാസർഗോഡ് ജില്ലയെ ദീർഘനാള് നയിച്ചിട്ടുള്ള ആളാണ് കുഞ്ഞബ്ദുള്ള. പോത്തലാണല്ലോ. കുഞ്ഞബ്ദുള്ള 5th ഡാൻ ബ്ലാക്ക് ബെൽറ്റ് ആണ്. 4th ഡാൻ ബ്ലാക്ക് ബെൽറ്റ് ആണ് കുഞ്ഞബ്ദുള്ള. അത് കഴിഞ്ഞാൽ തൃശ്ശൂർ ജില്ലയുടെ മകേഷ് KL ജോയിന്റ് സെക്രട്ടറിയാണ്. അദ്ദേഹവും തൃശ്ശൂർ ജില്ലയിൽ പ്രസിഡന്റായിട്ട് ഇരുന്നിട്ടുണ്ട്. 4th ഡാൻ ബ്ലാക്ക് ബെൽറ്റ് ആണ്. നാഷണൽ ട്രോഫി നമ്മുടെ രാമചന്ദ്രൻ ഗോപിനാഥ് സാറ് കോഴിക്കോട് ജില്ലയെ ഒരു കാലഘട്ടത്തിൽ ഒരു 3 ടേണ് വളരെ നല്ല രീതിയിൽ കൊണ്ടുപോവുകയും ഏറ്റവും കൂടുതൽ കുട്ടികളെയൊക്കെ വാർത്തെടുക്കാൻ സഹായിക്കുകയും ഒരുപാട് ഇൻസ്ട്രക്ടർമാരെ വാർത്തെടുക്കാനും ഒക്കെ സഹായിക്കുകയും ഒക്കെ ചെയ്ത കോഴിക്കോട് ജില്ലയുടെ പ്രവർത്തനങ്ങൾ വളരെ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയും ചിട്ടയായിട്ട് കൊണ്ടുപോകാനും ഒക്കെ സാധിച്ചിട്ടുള്ള ഒരു വ്യക്തി മെമ്പറാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കോട്ടയം ജില്ലയുടെ സെക്രട്ടറി ആയിട്ടുള്ള പ്രദീപ്, 5th ഡാൻ ബ്ലാക്ക് ബെൽറ്റ് നാഷണൽ റഫറിയും കൂടിയായിട്ടുള്ള പ്രദീപ് എക്സിക്യൂട്ടീവ് മെമ്പറാണ്. അതേപോലെ കൃഷ്ണൻകുട്ടി, പാലക്കാട് ജില്ലയുടെ പ്രസിഡന്റ് ആയിരുന്നിട്ടുള്ള കൃഷ്ണൻകുട്ടി 4th ഡാൻ ബ്ലാക്ക് ബെൽറ്റ് നാഷണൽ റഫറിയാണ്. പിന്നെ വരുന്നത് നമ്മളെ ഷാജി, നമ്മുടെ കാസർഗോഡ് ജില്ല ഷാജി എം, കാസർഗോഡ് ജില്ലയുടെ സെക്രട്ടറി ആയിട്ട് ഇരുന്നിട്ടുള്ള 5th ഡാൻ ബ്ലാക്ക് ബെൽറ്റുമായിട്ടുള്ള മാസ്റ്റർ ഷാജി. അതേപോലെ തന്നെ അടുത്ത് കൊല്ലം ജില്ലയുടെ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള സുനിൽ ദത്ത്. അതേപോലെ ആലപ്പുഴ ജില്ലയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള ശ്രീമതി ജോളി MJ. അതേപോലെ തന്നെ നമ്മുടെ മുൻകാലങ്ങളിൽ ട്രഷററും നമ്മുടെ സീനിയർ ആയിട്ടുള്ള ഒരു ഇൻസ്ട്രക്ടറും ഒക്കെ ആയിരുന്നിട്ടുള്ള നമ്മുടെ പ്രഭാകരൻ സാറ്, പാലക്കാട് ജില്ലയിലെ പ്രഭാകരൻ സാറ്. അദ്ദേഹത്തിന്റെ ശാരീരിക അസ്വസ്ഥതകൾ നമ്മുടെ അസിസ്റ്റന്റ് വൈസ് പ്രസിഡന്റ് ആയിട്ട്, അസോസിയേറ്റ് വൈസ് പ്രസിഡന്റ് ആയിട്ട് ആയിരിക്കും. നമ്മുടെ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ പ്രസിഡന്റ് ആയിരിക്കുകയും ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് രാമചന്ദ്രൻ സാറ്. അദ്ദേഹം ഇന്ന് ടെക്നിക്കൽ കമ്മിറ്റിയുടെ ഡയറക്ടറും അതേപോലെ തന്നെ അസോസിയേറ്റ് വൈസ് പ്രസിഡന്റും കൂടിയാണ് രാമചന്ദ്രൻ സാറ്. സാറിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതേപോലെ തന്നെ ഈ റെപ്രസെന്റ് ചെയ്ത് പ്ലേയേഴ്സിന്റെ റെപ്രസെന്റേഷൻ വേണം. അതിൽ മുഹമ്മദ് ആഷിഖ് KC നിങ്ങൾക്കറിയാം,
സിക്സ്ത് ആൻഡ് ബ്ലാക്ക് ബെൽറ്റും ഇന്റർനാഷണൽ റഫറിയും കൂടിയാണ് അദ്ദേഹം. അതേപോലെ തന്നെ മാർഗറ്റ് മറിയ റെഗി, നമുക്കറിയാം ഇന്റർനാഷണൽ പ്ലെയർ കൂടിയായിട്ടുള്ള മാർഗറ്റ് മറിയ റെഗി. അതേപോലെ ഇപ്പോൾ പുറത്ത് പോയി ഗൾഫില് ദുബായിൽ പോയി ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്ന രേഷ്മയും നമ്മുടെ റെപ്രസെന്റേറ്റീവ്. നമുക്കൊരിക്കൽ എടുത്തു കഴിഞ്ഞാൽ 4 വർഷം കാണുന്നൊരു കാലഘട്ടത്തിലാണ് നമ്മളെ ഭാരവാഹികളെ തിരഞ്ഞെടുക്കുന്നത്. ആ ഭാരവാഹികൾ 4 വർഷം കഴിഞ്ഞാലേ അവരെ മാറ്റാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ഇതാണ് നമ്മുടെ സംസ്ഥാന അസോസിയേഷന്റെ മെയിനായിട്ടുള്ള ആൾക്കാർ എന്നുള്ളതാണ് യഥാർത്ഥം. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സബ് കമ്മിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ടെക്നിക്കൽ കമ്മിറ്റിയാണ്. ടെക്നിക്കൽ കമ്മിറ്റിയുടെ ഡയറക്ടർ ആരാണെന്ന് ഞാൻ പറഞ്ഞു. അതിന്റെ എല്ലാ കമ്മിറ്റിയുടെയും അത് സാറ് പറഞ്ഞത് കേട്ടോ, സെക്രട്ടറി കമ്മിറ്റികളുടെ പിന്നെ പറഞ്ഞു ടെക്നിക്കൽ കമ്മിറ്റി. അതായത് പിന്നെ നമുക്ക് ഇപ്പൊ നിങ്ങളോട് പറഞ്ഞത് നമ്മളെ ഒഫീഷ്യൽ കമ്മിറ്റി അസോസിയേഷനെ മുന്നോട്ട് നയിക്കാൻ ജനറൽ ബോഡി തെരഞ്ഞെടുത്ത കമ്മിറ്റിയാണ് ഇപ്പൊ പറഞ്ഞ എക്സിക്യൂട്ടീവ് കമ്മിറ്റി. ഇതിന് പുറമെ നമുക്ക് കുറെ സബ് കമ്മിറ്റീസ് ഉണ്ട്. ടെക്നിക്കൽ കമ്മിറ്റി എന്ന് പറഞ്ഞിട്ട് സബ് കമ്മിറ്റി ഉണ്ട്, ഡിസിപ്ലിനറി കമ്മിറ്റി ഉണ്ട്, പിന്നെ അങ്ങനെ ഡിഫറെന്റ് കമ്മിറ്റീസ് ഉണ്ട് ഓരോന്നിനും. ഈ എല്ലാ ഒഫീഷ്യൽ ഇങ്ങനെയുള്ള ഈ സബ് കമ്മിറ്റികളുടെയും ടോപ്പ് മോസ്റ്റ് അധികാരി എന്ന് പറയുന്നത് ജനറൽ സെക്രട്ടറിയാണ് കേട്ടോ. അപ്പൊ ജനറൽ സെക്രട്ടറിനെ അവിടെ സെപ്പറേറ്റ് പറയുന്നുണ്ടാവില്ല, പക്ഷെ അതിന്റെ 1ാം നമ്പർ ആളെന്ന് പറയുന്നത് ജനറൽ സെക്രട്ടറി. ഓക്കെ, അത് നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ. താങ്ക് യു. ഓക്കെ, നമ്മുടെ മെയിൻ ആയിട്ടുള്ള കമ്മിറ്റിയുടെ ടെക്നിക്കൽ കമ്മിറ്റിയാണ്. ടെക്നിക്കൽ കമ്മിറ്റിയുടെ ഡയറക്ടർ മാസ്റ്റർ രാമചന്ദ്രൻ സാറിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് കഴിഞ്ഞാല് നമ്മുടെ ചെയർമാൻ മാസ്റ്റർ PC ഗോപിനാഥ് സാറിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. 7th ആൻഡ് ബ്ലാക്ക് ബെൽറ്റ് ഇന്റർനാഷണൽ റഫറി എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് കഴിഞ്ഞാല് മാസ്റ്റർ സുനിൽ രാധാകൃഷ്ണനാണ് ജനറൽ വൈസ് ചെയർമാനായിട്ട് വരുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സാറിന്റെ ക്വാളിഫിക്കേഷൻ എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതേപോലെ തന്നെ നമ്മുടെ ട്രഷറർ കൂടിയായിട്ടുള്ള ഇവിടെ മാസ്റ്റർ വൈസ് ചെയർമാൻ പുംസെ മാസ്റ്റർ മുഹമ്മദ് അബ്ദുൽ നാസർ സാറ്. അത് കഴിഞ്ഞാൽ വൈസ് ചെയർമാൻ കോച്ചിങ് കമ്മിറ്റിയുടെ വൈസ് ചെയർമാൻ എന്ന് പറയുന്നത് മാസ്റ്റർ ഷാജി S, 7th ആൻഡ് ബ്ലാക്ക് ബെൽറ്റും ഇന്റർനാഷണൽ റഫറിയും കൂടിയാണ് മാസ്റ്റർ ഷാജി. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറുകിയുടെ വൈസ് ചെയർമാൻ ആഷിഖ് EC, മാസ്റ്റർ ആഷിഖ് EC. അത് കഴിഞ്ഞാൽ നമ്മുടെ 6th ആൻഡ് ബ്ലാക്ക് ബെൽറ്റും ഇന്റർനാഷണൽ റഫറിയുമായിട്ടുള്ള മാസ്റ്റർ രഞ്ജിത് കുമാർ KK, കാസർഗോഡ് ജില്ലക്കാരനാണ്. അദ്ദേഹം നേരത്തെ പുംസയുടെ വൈസ് ചെയർമാൻ ആയിരുന്നു. അത് കഴിഞ്ഞാൽ ടെക്നിക്കൽ കമ്മിറ്റിയിലെ മാസ്റ്റർ ആൻഡോ തോമസ് നമ്മുടെ 6th ആൻഡ് ബ്ലാക്ക് ബെൽറ്റും ഇന്റർനാഷണൽ റഫറിയാണ്. അത് കഴിഞ്ഞാൽ നമുക്കറിയാം മാസ്റ്റർ ബാലഗോപാൽ 6th ആൻഡ് ബ്ലാക്ക് ബെൽറ്റ് നമ്മുടെ സായിയുടെ കോച്ച് കൂടിയായിട്ടുള്ള NIC കോച്ച് കൂടിയായിട്ടുള്ള ബാലഗോപാൽ B. മാസ്റ്റർ കനൻ ബാല വൈല അനുസരിച്ചിട്ടാണ്, അല്ലെങ്കിൽ അതിന്റെ നമുക്ക് അതുകൊണ്ടാണ് നമുക്കൊരു ചട്ടക്കൂടുണ്ടെന്ന് പറയുന്നത്. ഒരു ഡിസിപ്ലിൻ ആട്ടെന്ന് പറയാനുള്ള കാരണം തന്നെ അതാണ്. ഒരു ജില്ല എന്ന് പറയുമ്പോൾ ജില്ലയുടെ കീഴിലാകുമ്പോഴും അല്ലെങ്കിൽ ഒരു ഇതേപോലെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുമ്പോഴും ഒക്കെ ആ ജില്ല അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. ആ ജില്ല അറിഞ്ഞാൽ മാത്രമേ നിങ്ങൾ ആ ജില്ലയിൽ നിന്ന് പോകുന്ന ഒരാളിന് എപ്പോഴും സംസ്ഥാന ഘടകം അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. സംസ്ഥാന കമ്മിറ്റി അറിഞ്ഞുകൊണ്ടായിരിക്കണം ഒരു ദേശീയ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നത് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇപ്പം നമുക്കൊരു വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കണമെങ്കിൽ വേൾഡ് ചാമ്പ്യൻഷിപ്പിന്റെ ഗേൾ കാർഡ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിൽ പങ്കെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതൊക്കെ നമുക്ക് അറിയാതെ നമുക്ക് ഒരു സ്ഥലങ്ങളിലും പോകാൻ പറ്റില്ല. അതേപോലെ ഒരു നാഷണൽ പ്രോഗ്രാമിൽ പങ്കെടുക്കുമ്പോൾ നാഷണൽ അസോസിയേഷൻ അറിയാതെ, ഒരു സംസ്ഥാന അസോസിയേഷൻ അറിയാതെ പോയിക്കാൻ സംസ്ഥാന അസോസിയേഷൻ റെക്കമെൻഡ് ചെയ്തില്ലെങ്കിൽ അവർക്ക് അവിടെ പങ്കെടുക്കാൻ പറ്റില്ല. അപ്പൊ ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് നമ്മൾ അസോസിയേഷൻ ഇപ്പൊ ഫെഡറേഷൻ 2 തട്ടിൽ നിൽക്കുന്നു. അതിപ്പം ഏകദേശം ഒരു 1-2 മാസത്തിനകത്ത് തന്നെ അതിന്റെ ഗവൺമെന്റ് തന്നെ തീരുമാനിക്കാൻ വേണ്ടിയിട്ട് കോടതി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഗവൺമെന്റിന്റെ തീരുമാനം അനുസരിച്ചിട്ടായിരിക്കും മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതിന് ഒരു ജഡ്ജിയെ വെച്ചുകൊണ്ട് തന്നെ ഇലക്ഷൻ നടത്തി അതിന്റെ ഇലക്ഷൻ പ്രോസസ്സൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടുന്ന് കേരളത്തിൽ നിന്നുള്ള ഞങ്ങൾ ഇലക്ഷൻ വോട്ടുള്ള ഇപ്പൊ 2 പേർക്കാണ് വോട്ടുള്ളത്. വോട്ടുള്ളവരുടെ ഡീറ്റെയിൽസ് ഒക്കെ അയച്ചു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോഴൊരു വോട്ടിംഗ് പ്രൊസീജിയർ നടക്കുകയും അതിനനുസരിച്ചിട്ട് വോട്ടിംഗ് പവറുള്ള ആൾക്കാരുടെ വോട്ടേഴ്സ് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുകയും ആ വോട്ടേഴ്സ് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്ന സമയത്ത് നമ്മൾ വോട്ട് ചെയ്ത് നമ്മളെ ഫെഡറേഷൻ നിലവിൽ വരും. അതോടുകൂടി ഫെഡറേഷന്റെ പ്രശ്നങ്ങൾ സോൾവ് ആവുകയും ചെയ്യുന്നതോടൊപ്പം നമ്മൾ തന്നെ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ചില ചെറിയ ചെറിയ പ്രശ്നങ്ങൾ മാറി കിട്ടാനുള്ള ഒരു മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാർ ഉണ്ടെന്നുള്ളതാണ്.
കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3 മാസം ഒരാൾ ട്രെയിൻ ചെയ്താൽ അവന്റെ ഫിസിക്കൽ ഫിറ്റ്നസ് കൃത്യമായിട്ടും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അവനൊരു നല്ലൊരു ഫിസിക്കൽ ഫിറ്റ്നസ് വരണമെങ്കിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരാഴ്ച കഴിയുമ്പോൾ അവന് ആദ്യത്തെ ബെൽറ്റ് നടക്കും. പക്ഷെ പല ജില്ലകളിലും ഇന്നിപ്പോ കഴിഞ്ഞ ദിവസം എറണാകുളം ജില്ലയിൽ 24 വരെ വെച്ചിട്ടാണ് ഒരു ഗ്രേഡിങ് നടന്നത്. കോഴ്സിൽ അറ്റൻഡ് ചെയ്യുമ്പോൾ ആ കോഴ്സിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയത് ചിലപ്പം തൈക്കോണ്ടോവിന്റെ കൂട്ടത്തിൽ തന്നെ ഒരു സുഹൃത്ത് ബന്ധങ്ങളും ഒക്കെ ആയിരിക്കും. ആ സുഹൃത്ത് ബന്ധങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ പോയി ബന്ധപ്പെടും. നിങ്ങൾ ഓരോ ജില്ലകളിലും പോകുമ്പോൾ നിങ്ങൾക്ക് അവിടുത്തെ ആൾക്കാരുമായിട്ടും ഇല്ലെങ്കിൽ നിങ്ങളുടെ പരിചയക്കാരുമായിട്ട് നമുക്ക് ബന്ധപ്പെടാൻ പറ്റും. ഇല്ലെങ്കിൽ നമ്മുടെ ജില്ലാ അസോസിയേഷനുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് സഹായം നേടാനൊക്കെ സാധിക്കും എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇതിന്റെ കൂട്ടായ്മ പിന്നെ നിങ്ങൾ നമ്മള് ഓർഗനൈസേഷൻ സെറ്റപ്പിനെ കുറിച്ചൊരു ബോധം ഉണ്ടായിരിക്കണം കേട്ടോ. നമ്മള് വേൾഡ് ഓർഗനൈസേഷൻ ഏതാണ്? വേൾഡ് ഓർഗനൈസേഷൻ വേൾഡ് തായ്ക്വോണ്ടോ. ഓക്കെ. WT. നമ്മളെ നാഷണൽ ഓർഗനൈസേഷൻ ഏതാണ്? TFI, തായ്ക്വോണ്ടോ ഫെഡറേഷൻ ഓഫ് ഇന്ത്യ. 3 months. ഗ്രീൻ 1-ന് 30 ക്ലാസ് 3 months. പിന്നെ ബ്ലൂ എത്തുമ്പോൾ ബ്ലൂ ബെൽറ്റിലേക്ക് കൂട്ടിയിരിക്കുമ്പോൾ അവന് 40 ക്ലാസ് കംപ്ലീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ 4 months. റെഡിന് ഇരിക്കുമ്പോഴും 40 ക്ലാസ് 4 months. റെഡ് 1 അവന് 50 ക്ലാസ് ഓർ 5 months കേട്ടോ. ഇതാണ് എക്സാമിനർ. നിങ്ങളൊരു സർട്ടിഫിക്കറ്റ് കോപ്പി കൊടുക്കുമ്പോൾ എക്സാമിനർ നിങ്ങളെ ഡേറ്റ് ഓഫ് ഇഷ്യൂ, സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്ത ഡേറ്റ് അല്ല, മീൻസ് നിങ്ങൾ എക്സാമിന് അപ്പിയർ ചെയ്ത ഡേറ്റ്, അതാണ് നമ്മൾ എഴുതുന്നത്. എക്സാമിന് അപ്പിയർ ചെയ്ത ഡേറ്റ് എക്സാമിനർ നോക്കും. എന്നിട്ട് നിങ്ങൾ എലിജിബിൾ അല്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഇതേമാതിരി ക്ലാസ്സസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ജില്ലാ സെക്രട്ടറി സർട്ടിഫൈ ചെയ്ത് തരണം. അതായത് നിങ്ങളെ ക്ലബ്ബ് ഇൻസ്ട്രക്ടർ ജില്ലാ സെക്രട്ടറിക്ക് സർട്ടിഫൈ ചെയ്ത് കൊടുക്കണം ഇത്രയും ക്ലാസ് ഈ കുട്ടി അറ്റൻഡ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ജില്ലാ സെക്രട്ടറി എക്സാമിനർക്ക് ആ സംഭവം സബ്മിറ്റ് ചെയ്യണം. എങ്കിൽ മാത്രമേ നിങ്ങളെ ആ ഒരു പീരിയഡ് ആയിട്ടില്ല എന്നുള്ള ഒരു മൈനസിൽ നിങ്ങൾക്ക് എലിജിബിലിറ്റി ഉണ്ടോ ഉള്ളതെന്നുള്ളത് എക്സാമിനർ ചെക്ക് ചെയ്യാം. ക്ലിയർ ആയോ? അങ്ങനെ അത് കഴിഞ്ഞ് നിങ്ങൾ ഫസ്റ്റ് സ്റ്റാൻഡ് എടുത്ത്